വളരെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നിങ്ങൾക്ക് അഭിനയിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയി, നിങ്ങളിൽ നിന്ന് അകന്നുപോയി, നിങ്ങൾ ദുഃഖിതനാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഡിസ്കണക്റ്റഡ് ആയി കിടക്കുന്ന ആക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? ആക്ട് സാഡ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ദുഃഖം അഭിനയിക്കാൻ തുടങ്ങും. നമ്മുടെ മസിലുകളിലൂടെയൊക്കെ ദുഃഖത്തെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ കാര്യം ഓഡിയൻസ് ആ മൊമെൻറ്റിൽ തിരിച്ചറിയും. ഓഡിയൻസിന് അത് തിരിച്ചറിയാനായിട്ടുള്ള ശേഷിയുണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ജസ്റ്റ് ഫീൽ ദാറ്റ് സർക്കംസ്റ്റൻസസ്, ഇമാജിനറി സർക്കംസ്റ്റൻസസ്. ഓക്കെ, ഇതാണ് അവസ്ഥ, ഈ കഥാപാത്രം കടന്നു പോകുന്ന ഈ അവസ്ഥയെ നിങ്ങൾ ആ ഫീലിനെ പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തൂ. തിങ്സ് ചേഞ്ചസ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. എവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാറും, നിങ്ങളുടെ കണ്ണുകൾ സോഫ്റ്റൻ ആവാൻ തുടങ്ങും, വളരെ ശക്തമായൊരു നിശബ്ദത, പവർഫുൾ സൈലൻസ് നിങ്ങളിലേക്ക് കടന്നു വരും. സി, ട്രൂത്ത് ഈസ് നോട്ട് ലൗഡ്, ട്രൂത്ത് ഈസ് പ്രിസൈസ്. ഏറ്റവും അളന്നു തൂക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അഭിനേതാക്കളുടെ സത്യസന്ധത എന്ന് പറയുന്നത്. കഥാപാത്രത്തിൻ്റെ സത്യത്തിലേക്ക് അത് അളന്നു തൂക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ആക്ടേഴ്സ് പാത്ത് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്സിൻ്റെ പാത്താണ്. സെൽഫ് അവെയർനെസ്സിൻ്റെ പാത്ത്, അതായത് ടു ആക്സസ് ദാറ്റ് ട്രൂത്ത് എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ആ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ ഇമോഷൻസിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റിമൂവ് റെസിസ്റ്റൻസ് ടു ഇമോഷൻസ്, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അങ്ങനെ ഇമോഷൻസിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് എത്തും? അവൈലബിൾ ആവും. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവും. അങ്ങനെ ആ ഇമോഷണലി അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒതൻറ്റിസിറ്റി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഒതൻറ്റിക് ആയിട്ട് മാറും.